അപ്പോൾ ഒരു മൊനാസ്ട്രി, ഈ മൊനാസ്ട്രിയുടെ ഒരു ബുദ്ധ മൊനാസ്ട്രിയാണ്. ഈ മൊനാസ്ട്രിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അവിടെ ഒരു മഠാധിപതി, ആ മൊനാസ്ട്രിയിൽ ഒരു അധിപനുണ്ടായിരുന്നു. ആ അധിപനാണ് ആ മൊനാസ്ട്രിയുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഈ മൊനാസ്ട്രിയുടെ ഒരു പ്രത്യേകത, മറ്റൊരു ബുദ്ധ സന്യാസി ആ മൊനാസ്ട്രിയിൽ വന്നാൽ ഏത് സമയത്തും വരാം, ഏത് സമയത്തും കടന്നു വരാം. നിലവിലുള്ള ആ അധിപൻ ആ മൊനാസ്ട്രി വിട്ട് സഞ്ചരിക്കണം. അവൻ ആ സഞ്ചരിക്കുന്ന ആൾ ഏതെങ്കിലും ഒരു സമയത്ത് വേറൊരു മൊനാസ്ട്രിയിൽ വന്നെത്തിപ്പെടുമായിരിക്കാം. അപ്പോഴെന്ത് പറ്റുന്നു, അവിടുത്തെ ആ അധിപൻ അവിടെ നിന്നിറങ്ങി സഞ്ചരിക്കണം. അപ്പോൾ നമ്മൾ ഈ വഴിയമ്പലം പോലെ ആ മൊനാസ്ട്രിയെ കാണണമെന്നാണ്. അപ്പം എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സങ്കല്പം എന്ന് ആലോചിക്കുക. അത് ഡിറ്റാച്ച്മെൻറ്റ്, ഒന്നിനെയും ഒട്ടലില്ലാതെ കാണാൻ കഴിയുക എന്ന് പറയുന്നൊരു സങ്കല്പം. അങ്ങനെ നിലവിൽ ഒരു മൊനാസ്ട്രി ഉണ്ട്, അവിടെ ഒരു അധിപനുണ്ട്. ആ മൊനാസ്ട്രിയിൽ മറ്റൊരു ബുദ്ധ സന്യാസി കടന്ന് പോവുകയാണ്, അതിലോട്ട് കയറാൻ പോവുകയാണ്. അപ്പോൾ ഈ വന്ന ബുദ്ധ സന്യാസി രാത്രി ആയത് കാരണം കതക് തട്ടി വിളിച്ചില്ല. അദ്ദേഹം പുറത്ത് തന്നെ നിൽക്കുകയാണ്. ഇവിടെ രാത്രിയല്ലേ, ഇവർ ഉറങ്ങട്ടെ എന്നുള്ള രീതിയിൽ. ഇപ്പോൾ പുറത്ത് ഭയങ്കരമായ ശൈത്യം, ഭയങ്കര തണുപ്പ്. അപ്പോൾ ഈ വന്ന സന്യാസി പുറത്ത് നിൽക്കുന്നു എന്ന് അകത്തുള്ള ആരും അറിഞ്ഞില്ല. എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. പിറ്റേ ദിവസം രാവിലെ ഈ ആശ്രമത്തിനകത്തുള്ള ഒരു ബുദ്ധ സന്യാസി അത് തുറന്നു നോക്കിയപ്പോൾ ഈ മൊനാസ്ട്രിയുടെ ഇപ്പോഴത്തെ അധിപൻ ആകേണ്ട ആൾ ആ പുറത്ത് വാതിലിൻ്റെ സൈഡിൽ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്തുണ്ടായിരുന്നവർക്കെല്ലാം ഭയങ്കര വിഷമം തോന്നി. കാരണം അങ്ങേക്കൊന്ന് കൊട്ടി വിളിക്കാമായിരുന്നു, കതവ് അങ്ങേക്ക് വേണ്ടി എപ്പോഴും തുറന്നിട്ടേക്കുമായിരുന്നു. അങ്ങെന്തുകൊണ്ട് കൊട്ടി വിളിച്ചില്ല? അപ്പം പറഞ്ഞു, നിങ്ങൾ ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ വീണ്ടും അവർക്ക് അവർ ചോദിച്ചത്, ഈ അതിശൈത്യത്തിനെ അങ്ങ് എങ്ങനെയാണ് അതിജീവിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ ഈ ബുദ്ധ സന്യാസി പറഞ്ഞു, ശരിയാണ്, ഇവിടെ വന്ന് രാത്രി ആകും തോറും ഭയങ്കരമായിട്ടുള്ള തണുപ്പ് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവിടെ ഒരു ബുദ്ധൻ്റെ പ്രതിമ കണ്ടു, തടിയിലുള്ള. ഞാൻ ആ ബുദ്ധ പ്രതിമയെ എടുത്തിട്ട് ഇവിടെ ഒരു തീ കൂട്ടി ഈ പ്രതിമയെ അങ്ങ് വെച്ച് അങ്ങ് കത്തിച്ചു. അതുകൊണ്ട് എന്ത് പറ്റി, നല്ല ചൂട് കിട്ടി. ആ കത്തുന്ന ബുദ്ധനെ നോക്കിക്കൊണ്ട് ഞാൻ അങ്ങനെ ഇരുന്നു. ആ കത്തുന്ന ബുദ്ധൻ എനിക്ക് നല്ല ചൂട് പ്രദാനം ചെയ്തു. ഈ തണുപ്പ് അതിജീവിക്കാൻ, ഒരു നൈറ്റിലുള്ള തണുപ്പ് അതിജീവിക്കാൻ ഒരു ബുദ്ധൻ മതിയാവുമെന്ന് എനിക്ക് ബോധ്യമായിരുന്നു. അപ്പോൾ ഇത് കേട്ടിട്ട് അതിനകത്തുള്ള മറ്റ് ബുദ്ധന്മാർ പൊട്ടിച്ചിരിച്ചു, ഇദ്ദേഹവും ചിരിച്ചു. എന്നിട്ട് എന്ത് പറ്റി, ഈ വന്ന ഈ ബുദ്ധ സന്യാസി അവിടുത്തെ അധിപനായിട്ടിരിക്കുകയും മറ്റേ ആൾ വളരെ സന്തോഷത്തോടെ യാത്ര ചെയ്യുകയും ചെയ്തു. നിലവിലുണ്ടായിരുന്ന ആ തണുപ്പിനെ അതിജീവിക്കുവാൻ ബുദ്ധനെ എടുത്ത് കത്തിച്ച് ആ തണുപ്പ് മാറ്റുവാൻ ആ ബുദ്ധ സന്യാസിക്ക് സാധിച്ചുവെങ്കിൽ എന്ത് മനസ്സിലാക്കണം, അദ്ദേഹം കൾട്ടിലല്ലായിരുന്നു. അദ്ദേഹം വിശ്വസിച്ചത് ബുദ്ധനെ ആയിരുന്നു. അതായത് ആ ബുദ്ധൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് മനസ്സിലാക്കുക, കൾട്ടിലല്ലായിരുന്നു. ബുദ്ധൻ എന്ന് പറയുന്നത് ഒരു നാമരൂപത്തിൽ പെടുന്നതല്ല, അതൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ് എന്നുള്ളൊരു ബോധം. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എത്ര ധ്യാനിച്ചാലും അദ്ദേഹം ഞാൻ ബുദ്ധനെ കണ്ടു എന്ന് പറയുമോ? ഇല്ല. അവിടെ എന്തെങ്കിലും
മിറാക്കിളിന് സ്ഥാനമുണ്ടോ? ഇല്ല. ഈ ഒരു ബോധ വികാസം ഒരു സാധകന് വരാത്തിടത്തോളം കാലം അവൻ എത്ര ആധ്യാത്മികയിൽ എന്ത് ചെയ്താലും ഒരിടവും എത്തിപ്പെടാൻ പോകുന്നില്ല.